മാസത്തിലൊരിക്കൽ എന്തേലും ഒരു കാരണം ഉണ്ടാക്കിയിട്ട് നാട്ടിലേക്ക് പോവുക എന്നുള്ളത് എന്റെ ഒരു സ്ഥിരം പരിപാടിയാണ് കേട്ടോ. എന്തിനാ പോണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഇതൊക്കെ തന്നെയാണ് കാരണങ്ങൾ. ഞാൻ ഒറ്റപ്പാലം കാല് കുത്തുന്നതിന് മുന്നേ എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും വാങ്ങി വെച്ചിട്ടുണ്ടാവും ദേ ഈ നിൽക്കണ ആള്. അതിപ്പോ ഞാൻ മാത്രമല്ല, എന്റെ അനിയത്തി നാട്ടിലേക്ക് വരുമ്പോഴും ഇതൊക്കെ തന്നെയാണ് ഈ വീട്ടിലത്തെ കാഴ്ച. ഇപ്പൊ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട മീൻ നേരാക്കിക്കൊണ്ടിരിക്കുകയാണ് കക്ഷി. അച്ഛന്റെ കൂടെ മീൻ നേരാക്കാൻ കൂട്ടിന് നമ്മുടെ മീശപ്പൂച്ചി ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെയാണ് ആളുടെ സ്ഥിരതാമസം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട റംബൂട്ടാനും അച്ഛൻ വാങ്ങിക്കൊണ്ടിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇങ്ങനെ ചോദിക്കാതെ വാങ്ങിക്കൊണ്ടിരുന്നത് ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. 3-4 ദിവസം വീട്ടിൽ നിന്നിട്ടും കൂണ് കിട്ടാത്തതിന്റെ വിഷമം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോകുന്ന ദിവസമാണ് നമുക്ക് ഈ കൂണ് കിട്ടിയത്. ഇത് കിട്ടിയെന്ന് അറിഞ്ഞത് ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് വേഗം പെട്ടിയും കിടക്കൊക്കെ പൂട്ടിയിട്ട് ഇങ്ങോട്ടെത്തി. പക്ഷെ വീട്ടിൽ അമ്മ ഉണ്ടായിരുന്നില്ല, അമ്മ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കണം. പിന്നെ എന്റെ ആവശ്യമായി പോയില്ലേ വിചാരിച്ചിട്ട് ഞാൻ തന്നെ മുന്നോട്ടിറങ്ങി. കൂണിലാണെങ്കിൽ ആവശ്യത്തിലധികം മണ്ണുണ്ടായിരുന്നു. ഒരു വിധത്തിലാണ് ഞാൻ കഴുകി ഒപ്പിച്ചത്. ഉച്ചയ്ക്ക് ഒരു 3 മണിക്കാണ് കേട്ടോ ഈ കലാപരിപാടികളൊക്കെ ഇറങ്ങേറണത്. 5 മണിക്കാണെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുകയും വേണം, എന്നാലാണ് സ്റ്റേഷനിൽ എത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ. ഇനി നമ്മൾ ബാംഗ്ലൂരിൽ എത്തിയിട്ടുള്ള കാര്യങ്ങളാണ് കാണാൻ പോകുന്നത്. നാട്ടിൽ നിന്ന് എന്നെ കൊണ്ട് മാക്സിമം കൊണ്ടുവരാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നല്ല ശുദ്ധമായ കാട്ടുതേനിൽ തന്നെ തുടങ്ങാം. നമ്മുടെ വീടിനടുത്തുള്ള കാട്ടിൽ നിന്ന് കിട്ടിയതാണിത്. ഇടയ്ക്ക് ഇതുപോലെ നമ്മുടെ കാട്ടിലേക്ക് തേൻ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരും. അവരുടെ അടുത്ത് അച്ഛൻ വാങ്ങിയതാണ് ഇത്. അതിൽ നിന്ന് കുറച്ച് ഞാൻ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നു. ഇനി ഇത് വെച്ച് വല്ല ഹണി അൽഫാം ഉണ്ടാക്കണം. അടുത്തത് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നുള്ളതാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ വീട്ടിലെ നേന്ത്രക്കായ കൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ചിപ്സ്. ഒരു മാസത്തേക്കുള്ള ചിപ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ 2 ഡപ്പകളിലാക്കിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഓണത്തിന് മുന്നേ ഇതെല്ലാം നമുക്ക് കഴിച്ചു തീർക്കണം. കാരണം ഓണത്തിന് നാട്ടിൽ പോകുമ്പോൾ അടുത്ത സെറ്റ് വീണ്ടും ഉണ്ടാക്കും. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് 2 തേങ്ങയായിരുന്നു. ആകെ 2 എടുത്തുള്ളൂ. അതിൽ കൂടുതൽ ഏറ്റാനുള്ള ശക്തി എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് റംബൂട്ടാൻ കൂടി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് ഇവിടെ നാട്ടിലത്തെ വിലയുടെ ഇരട്ടി വിലയാണ്. കിലോന് 400 രൂപയാണ്. അതുകൊണ്ടാണ് നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നത്. പിന്നെ ചമ്മന്തി അരയ്ക്കാനും അച്ചാറിടാനൊക്കെ വേണ്ടിയിട്ട് 3-4 മാങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം, മീൻ വറുത്തത്. ഇത് കൊഴുവാന്ന് പറഞ്ഞ മീനാണ് കേട്ടോ. ഞങ്ങൾ തൃശ്ശൂരിലൊക്കെ ഇതിനെ കൊഴുവാന്നാണ് പറയുക. പക്ഷെ എന്റെ ഭർത്താവിന്റെ വീട് പാലക്കാടാണ്. അവിടെ ഇതിന് കൊഴുവാന്നല്ല പറയുക, നത്തോലി എന്നാണ് പറയുക. എന്തായാലും ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ് ഇത്. ഇനിയാണ് എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ സാധനം. എന്താ ഇത് എന്നല്ലേ, നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ കുറച്ച് കൂണ് വറക്കുന്നത് കണ്ടില്ലേ, ആ സാധനമാണ് ഇത്. എനിക്ക് വേണ്ടി മാത്രം എന്ന് പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ടാണ് കേട്ടോ. കാരണം രാകേഷിന് ഇതിനോട് അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഇത് മൊത്തം എനിക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ടാറ്റാ.